BNSൻ്റെ 3 ക്ലാസ്സുകൾ നമ്മുടെ കഴിഞ്ഞു. ഇതിപ്പോൾ 4ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ 44 വരെയാണ് എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. BNS 44ാമത്തെ സെക്ഷൻ വരെയാണ് എടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 63 തൊട്ടുള്ള സെക്ഷൻസാണ്. BNSലെ 63 തൊട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. സെക്ഷൻ 63 പറയുന്നത് ബലാത്സംഗത്തിനെ കുറിച്ചാണ്. സെക്ഷൻ 63 ബലാത്സംഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്ക് കണക്ട് ചെയ്ത് ഓർക്കാനായിട്ട് 63 എന്ന് പറയുമ്പോൾ 6നെ നമ്മൾ സെക്സ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ സെക്സിന് വേണ്ടിയിട്ട് 3നെ മുതലെടുക്കുക എന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ സെക്സിന് വേണ്ടിയിട്ട് മുതലെടുക്കുക, അതാണ് 63. 6നെ സെക്സ് ആയിട്ട് കണക്ട് ചെയ്തു, 3നെ മുതലെടുക്കുക എന്ന് കണക്ട് ചെയ്തു. അപ്പോൾ സെക്സിന് വേണ്ടി മുതലെടുക്കുന്നതാണ് ബലാത്സംഗം. അപ്പോൾ 63 ബലാത്സംഗത്തിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ്. നെക്സ്റ്റ് ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് അടുത്തത്, അതായത് സെക്ഷൻ 64. ഇനിയുള്ള കുറച്ച് ഭാഗത്തേക്ക് 6 എന്ന് പറയുമ്പോൾ സെക്സ് ആയിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ 64 എന്ന് പറയുമ്പോൾ 6 4 എന്ന് പറയുമ്പോൾ എന്താ, 4 എന്ന് പറയുമ്പോൾ നമുക്ക് ശിക്ഷ കിട്ടുന്നത് ഒരു 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് നമുക്ക് ശിക്ഷയായിട്ട് കിട്ടുക. 4 ചുമരിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കണം. അപ്പോൾ 4 എന്ന് പറയുന്നത് 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കണ ശിക്ഷ. സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കണ ശിക്ഷ കിട്ടും. അതാണ് 64. ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ് 64 പറയുന്നത്. ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ കഠിന തടവും പിഴയുമാണ്. പക്ഷേ ചില കേസുകളിൽ ശിക്ഷ വ്യത്യാസപ്പെട്ടിരിക്കും. അങ്ങനെയുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥർ തന്നെ ബലാത്സംഗം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ശിക്ഷ വ്യത്യാസമായിരിക്കും അങ്ങനെയുള്ള കേസുകളിലൊക്കെ. അതുപോലെ ജയിലിലോ റിമാൻഡ് ഹോമിലോ ഉള്ള ഏതെങ്കിലും തടവുകാരെ ബലാത്സംഗം ചെയ്യുന്നത്, പിന്നെ ബലാത്സംഗം ചെയ്ത ഇരയുടെ ബന്ധുവോ അല്ലെങ്കിൽ ആ ഇരയുടെ മേൽ ആധിപത്യമുള്ള ഒരാൾ ബലാത്സംഗം ചെയ്യുമ്പോൾ അതിനൊക്കെ ശിക്ഷ വേറെ ആയിരിക്കും. സാധാരണ കേസിൽ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ കഠിന തടവും പിഴയാണ് ലഭിക്കുക. അപ്പോൾ അല്ലാത്തതായിട്ടുള്ള കുറച്ച് കേസുകളാണ് പിന്നെ നമ്മൾ പറഞ്ഞത്. പിന്നെ ഒരാശുപത്രിയുടെ മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ ജീവനക്കാരിലോ ആയിരിക്കുമ്പോൾ ആ ആശുപത്രിയിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതൊക്കെ അല്ലാത്ത എക്സെപ്ഷൻ കേസിൽ പെടും. അതുപോലെ തന്നെ മാനസിക രോഗമുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നത്, ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്നത്, അതുപോലെ ഒരേ സ്ത്രീയെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്യുക, ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ശിക്ഷ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ബലാത്സംഗത്തിനുള്ള ശിക്ഷ എന്താ പറഞ്ഞത്, 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്ന കഠിന തടവും കൂടാതെ പിഴശിക്ഷയുമാണ് ബലാത്സംഗത്തിനുള്ള ശിക്ഷയായിട്ട് ഇവിടെ പറയുന്നത്. 4 ചുമരിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ശിക്ഷ. അതായത് 64 എന്ന് പറയുമ്പോൾ ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ച് പറയുന്ന വകുപ്പാണ് 64. നെക്സ്റ്റ് സെക്ഷനാണ് 65. സെക്ഷൻ 65. ഈ സെക്ഷൻ 65 പറയുന്നത് ചില കേസുകളിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ്. ചില കേസുകളിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ് സെക്ഷൻ 65 പറയുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. 65 എന്ന് പറയുമ്പോൾ അഞ്ജു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അത് നമ്മൾ BNSS ഒക്കെ പഠിക്കുമ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ BNSS പഠിക്കുമ്പോൾ അതിൽ 5 എന്ന് പറയുമ്പോൾ അഞ്ജു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഡോക്ടറാണ്. അഞ്ജു എന്ന് പറഞ്ഞ പെൺകുട്ടി ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറിനെ ബലാത്സംഗം ചെയ്യുമ്പോൾ അത് സാധാരണ ഒരു ബലാത്സംഗമായിട്ട് കൂട്ടില്ല എന്നിങ്ങനെ ഓർത്താൽ മതി, നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം. അത് ചില പ്രത്യേക കേസുകളാണ്. അത് ഒരു സാധാരണ ബലാത്സംഗമല്ല, അത് ഒരു പ്രത്യേക കേസാണ്, ചില പ്രത്യേക കേസുകളാണ്. അപ്പോൾ 65 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 6 എന്ന് പറയുന്നത് സെക്സ് ആയിട്ട് കണക്ട് ചെയ്യുക. 5 എന്ന് പറയുമ്പോൾ അഞ്ജു എന്ന് പറഞ്ഞ കുട്ടി ഒരു ഡോക്ടറാണ്. അപ്പോൾ അത് ചില പ്രത്യേക കേസാണ്. 65 എന്ന് പറയുമ്പോൾ ചില പ്രത്യേക കേസാണ്. ചില പ്രത്യേക കേസുകളിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞത് ഒരിക്കലും ഇതായിട്ട് ബന്ധം ഉണ്ടായിട്ടല്ല, പക്ഷെ നമുക്ക് ചില പ്രത്യേക കേസുകളിൽ നിന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അഞ്ജു ഡോക്ടറാണ്, അപ്പോൾ സാധാരണ ഒരാളെ ബലാത്സംഗം ചെയ്തതല്ല, ഡോക്ടറെ ബലാത്സംഗം ചെയ്തപ്പോൾ അത് ചില പ്രത്യേക കേസായി. ഓക്കെ, 65 ചില പ്രത്യേക കേസുകളിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷേനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ 65ാമത്തെ സെക്ഷനിൽ എന്താ പറയണതെന്ന് വെച്ചാൽ, 16 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ കഠിന തടവും പിഴയും ലഭിക്കും.
പക്ഷേ ഈ പിഴത്തുകയായിട്ട് ഈ ചുമത്തുന്ന ഈ തുക ഇരയുടെ അതിജീവനത്തിന് കൊടുക്കണം. ഓക്കെ. പിന്നെ ഒരു കേസും കൂടെ പറയുന്നുണ്ട് സെക്ഷൻ 65. അത് 12 വയസ്സിന് താഴെയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ കഠിന തടവും ഇതുപോലെ തന്നെ പിഴ അതിജീവിതയ്ക്ക് കൊടുക്കണം പിഴത്തുക. അപ്പോൾ 2 കേസും എന്താ 2 കേസ് പറഞ്ഞേ? ഒന്ന് 16 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെയാകാവുന്നതുമായ കഠിന തടവ് ലഭിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസ് എന്താ പറഞ്ഞത്? 12 വയസ്സിൽ താഴെയുള്ള സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ 20 വർഷത്തിൽ കുറയാത്ത കഠിന തടവും ജീവപര്യന്തം വരെയാകാവുന്നതും കൂടാതെ പിഴശിക്ഷയും ലഭിക്കാമെന്ന് പറഞ്ഞു. 2 കേസിലും ശിക്ഷയൊക്കെ സെയിമാണ്. അപ്പോൾ അതാണ് 65 പറയുന്നത്. 65 ചില പ്രത്യേക കേസുകളിൽ ബലാത്സംഗത്തിനുള്ള ശിക്ഷയെ കുറിച്ചാണ് 65 പറയുന്നത്. നെക്സ്റ്റ് സെക്ഷനാണ് 66. 66 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കണക്ട് ചെയ്ത പോലെ തന്നെ 6 എന്ന് പറയുമ്പോൾ അതായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ ഒരു 6 കൂടി ഉണ്ടല്ലേ, ആ 6 എന്ന് പറയുമ്പോൾ എന്താ? അത് നമ്മൾ മരിച്ച് 6 അടി മണ്ണിൽ വെക്കും എന്നല്ല പറയാം, 6 അടി മണ്ണിലാണ് നമ്മളെ വയ്ക്കുക. അപ്പോൾ ഇതിൽ 66 എന്താ പറയണേന്ന് ഞാൻ പറയാം. 66 പറയുന്നത് മരണത്തിന് കാരണമാകുന്നതിനോ ഇരയുടെ സ്ഥിരമായ സസ്യാവസ്ഥയ്ക്ക് കാരണമാകുന്നതിനോ, അതായത് ജീവച്ഛവമാക്കുക എന്ന് പറയില്ല. അപ്പോൾ അതാണ് പറയുന്നത്, മരണത്തിന് കാരണമാക്കുക അല്ലെങ്കിൽ ജീവച്ഛവമാക്കുക, അതിനോ കാരണമാക്കുന്നതിനോ ഉള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. അതായത് ഈ സെക്സ് ചെയ്തിട്ട് 6 അടി മണ്ണിൽ ആക്കുക. 66 2 6ആണ്. അപ്പോൾ 6 അടി മണ്ണിലാക്കണതിനുള്ള ശിക്ഷ, അതായത് മരണത്തിന് കാരണമാക്കുന്നതോ അല്ലെങ്കിൽ ജീവച്ഛവമാക്കുക, ഇതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. ഈ സെക്ഷനിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തിട്ട് ജീവച്ഛവമാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് വെച്ചാൽ 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ നീട്ടിയേക്കാവുന്ന കഠിന തടവും ലഭിക്കുന്നതാണ്. എന്താ ശിക്ഷ? 20 വർഷത്തിൽ കുറയാത്തതും എന്നാൽ ജീവപര്യന്തം വരെ നീട്ടിയേക്കാവുന്ന കഠിന തടവും ലഭിക്കേണ്ടതാണ്. അപ്പോൾ 66 എന്ന് പറയുമ്പോൾ 6 അടി മണ്ണിലേക്ക് ആക്കുക. ബലാത്സംഗം വഴി ഒരു സ്ത്രീയെ മരണത്തിന് കാരണമാക്കുകയോ അല്ലെങ്കിൽ ജീവച്ഛവമാക്കുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 66 പറയുന്നത്. അങ്ങനെ ജീവച്ഛവമാക്കിയുള്ള ശിക്ഷ എന്തായിരിക്കും? 20 വർഷത്തിൽ കുറയാത്ത അല്ലെങ്കിൽ ജീവപര്യന്തം വരെ ആകാവുന്ന കഠിന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. അടുത്തത് 67. 67 എന്ന് പറയുമ്പോൾ 6 എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേത് കണക്ട് ചെയ്ത പോലെ തന്നെ 7 എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ എന്ന് ആലോചിക്കുക. 7 ഫോർ സെപ്പറേഷൻ, അതായത് വേർപിരിയൽ സമയത്ത് ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, അതായത് വേർപിരിഞ്ഞ് കഴിയുന്ന ഭർത്താവും ഭാര്യയും ആ ഭർത്താവ് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. അതായത് 7 ഇവിടെ എടുത്തേക്കുന്നത് 7 ഫോർ സെപ്പറേഷൻ. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച പോലെ തന്നെ 7 എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ, അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 67 പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ ശിക്ഷയും കൂടാതെ പിഴശിക്ഷയും ലഭിക്കാം. അപ്പോൾ എന്താ ശിക്ഷ? 2 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ ആകാവുന്നതുമായ ശിക്ഷയും കൂടാതെ പിഴശിക്ഷയും ലഭിക്കാം എന്നാണ് സെക്ഷൻ 67 പറയുന്നത്. 7 എന്ന് പറയുമ്പോൾ സെപ്പറേഷൻ, അത് ഓർത്ത് വെച്ചാൽ മതി. അടുത്തതാണ് സെക്ഷൻ 68. 68 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു 6 എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് ഫുള്ള് നമ്മൾ സെക്സ് ആയിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ 8 എന്ന് പറയുന്നത് ഇവിടെ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക, അതായത് അവകാശം അല്ലെങ്കിൽ അധികാരം. 8 എന്ന് പറയുമ്പോൾ റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യുക. റൈറ്റ് എന്ന് നമ്മൾ അവകാശം അല്ലെങ്കിൽ അധികാരം എന്ന് അർത്ഥം വരുന്നുണ്ട് റൈറ്റിന്. അപ്പോൾ എന്താ, ഒരു സ്ത്രീയുടെ മേലെ അവകാശം അല്ലെങ്കിൽ അവകാശം എന്ന് പറയുമ്പോൾ അധികാരം, ഒരു സ്ത്രീയുടെ മേൽ അധികാരമുള്ള വ്യക്തി ലൈംഗിക ബന്ധത്തിൽ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 68 പറയുന്നത്. അത് എങ്ങനെയുള്ള അധികാര സ്ഥാനത്ത് അല്ലെങ്കിൽ വിശ്വസ്ത ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ, അതും അല്ലെങ്കിൽ ഒരു ജയില് റിമാൻഡ് ഹോമിലെ സൂപ്രണ്ട് അല്ലെങ്കിൽ മാനേജർ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ മാനേജ്മെൻറ്റോ അതിലെ സ്റ്റാഫോ ആയിരുന്ന വ്യക്തി ഒരു സ്ത്രീയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശിക്ഷയാണ് 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാകാവുന്ന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. 5 വർഷത്തിൽ കുറയാത്തതും
10 വർഷം വരെയാകാവുന്ന തടവും പിഴയും ലഭിക്കാവുന്നതാണ്. ഇത് 68 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ സെക്ഷൻ 68 പറയുന്നത് 8 എന്ന് പറയുമ്പോൾ റൈറ്റുള്ള ആൾ, അതായത് അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്യുന്ന ലൈംഗിക വീഴ്ചയ്ക്കുള്ള ശിക്ഷനെ കുറിച്ചാണ് 68 പറയുന്നത്. എന്താ? 5 വർഷം വരെ തടവോ അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെ ആകാവുന്നതുമായ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. സെക്ഷൻ 68 ഫോർ റൈറ്റ്, അതായത് അധികാരസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ചെയ്യുന്ന ലൈംഗിക ബന്ധം, അതിനെക്കുറിച്ചാണ് 68 പറയുന്നത്. അടുത്ത സെക്ഷൻ 69 പറയുന്നത് വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ്. സെക്ഷൻ 69 പറയുന്നത് വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയോ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത അത്തരം ലൈംഗിക ബന്ധത്തിന് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. കൂടാതെ ഇത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. അപ്പോൾ എന്താ പറയുന്നത്? സെക്ഷൻ 69 പറയുന്നത് വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചുള്ള ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. എന്താ? വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത ലൈംഗിക ബന്ധത്തിന് 10 വർഷം വരെ ആകാവുന്ന തടവും പിഴയും ലഭിക്കും. വഞ്ചിച്ച് ലൈംഗിക ബന്ധം നടത്താം. അതാണ് സെക്ഷൻ 69 പറയുന്നത്. വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ലൈംഗിക ബന്ധം നടത്തുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 69 പറയുന്നത്. ശിക്ഷ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. 9 കഴിഞ്ഞാൽ 10, അപ്പോൾ 9 കഴിഞ്ഞാൽ 10 എന്ന് പറയുമ്പോൾ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. കേട്ടോ? 69 എന്ന് പറയുമ്പോൾ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ നടത്തുന്ന ലൈംഗിക ബന്ധത്തെക്കുറിച്ചാണ് 69 പറയുന്നത്. ശിക്ഷ 10 വർഷം വരെ. ഓക്കെ, നെക്സ്റ്റ് 70 എന്താ പറയണതെന്ന് വെച്ചാൽ 70 പറയുന്നത് കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ്. 70 പറയുന്നത് കൂട്ടബലാത്സംഗം. ഇതിലെന്താ പറയണമെന്ന് വെച്ചാൽ ഒന്നോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്താൽ ആ വ്യക്തികളിൽ ഓരോരുത്തരും ബലാത്സംഗ കുറ്റം ചെയ്തതായി കണക്കാക്കുകയും 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയും ലഭിക്കാവുന്നതാണ്. അതായത് എന്താ? ഇവിടെ സെക്ഷൻ 70 കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തികളിൽ ഓരോരുത്തരും ബലാത്സംഗ കുറ്റം ചെയ്തതായി കണക്കാക്കുകയും 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്നതുമായ തടവും പിഴയും ലഭിക്കാവുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് സെക്ഷൻ 70 എന്ന് പറയുമ്പോൾ കൂട്ടബലാത്സംഗമാണ്. സെക്ഷൻ 70 എന്ന് പറയുമ്പോൾ 7 പേരും കൂടെ 7, അപ്പോൾ 7 കണക്റ്റായി. ഇനി അടുത്തത് 0 അല്ലേ? 0 എന്ന് പറയുമ്പോൾ 7 പേരും കൂടെ വട്ടം എന്ന് പറയുമ്പോൾ 0 ആണല്ലേ? അപ്പോൾ 7 പേരും കൂടെ വട്ടമിട്ട് ബലാത്സംഗം ചെയ്യുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 70 പറയുന്നത്. അതായത് കൂട്ടബലാത്സംഗത്തെക്കുറിച്ചാണ് സെക്ഷൻ 70 പറയുന്നത്. നെക്സ്റ്റ് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 71. സെക്ഷൻ 71 പറയുന്നത് കുറ്റം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷയെ കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 71 പറയുന്നത് കുറ്റം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷയെ പറ്റിയാണ് സെക്ഷൻ 71 പറയുന്നത്. അതായത് ഇതിനു മുമ്പ് നമുക്ക് കുറച്ച് സെക്ഷൻസ് പറഞ്ഞല്ലോ, അതിനുള്ള ശിക്ഷയെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ആ കുറ്റമൊക്കെ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരാൾ വീണ്ടും ആ കുറ്റം തന്നെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രവർത്തികളിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷയെ കുറിച്ചാണ് സെക്ഷൻ 71 പറയുന്നത്. അങ്ങനെ ചെയ്ത് എന്തായിരിക്കും ശിക്ഷ? ജീവപര്യന്തം വരെ തടവ് ലഭിക്കും കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കോഡ് വെച്ച് കണക്ട് ചെയ്യാം? നമ്മൾ 70 എന്താ പറഞ്ഞത്? 70 കൂട്ടബലാത്സംഗത്തിന് നമ്മൾ എന്ത് പറഞ്ഞു? 7 പേരും കൂടെ വട്ടിട്ട് ബലാത്സംഗം ചെയ്യുന്നതിനാണ് കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞു. അതായത് അതിൽ ഉള്ളിൽ പറയുന്നത് എന്താ? ഒന്നോ അതിലധികമോ വ്യക്തികൾ ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും ബലാത്സംഗം ചെയ്തതായി കണക്കാക്കുകയും 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകാവുന്ന തടവും പിഴയും ശിക്ഷ ലഭിക്കാമെന്ന് പറഞ്ഞു. അതായത് സെക്ഷൻ 70 കൂട്ടബലാത്സംഗം എന്ന് പറഞ്ഞു. അപ്പോൾ സെക്ഷൻ 71 എന്ന് പറയുമ്പോൾ ആ 7 പേരും തന്നെ ഒന്നും കൂടെ എന്ന് പറയുമ്പോൾ 1, 7, 1 ആ 7 പേരും ഒന്നും കൂടെ ആ കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷയെ കുറിച്ചാണ്
സെക്ഷൻ 71 പറയുന്നത്. അതായത് കുറ്റം ആവർത്തിക്കുന്നവർക്കുള്ള ശിക്ഷേനെക്കുറിച്ചാണ് സെക്ഷൻ 71 പറയുന്നത്. 7 പേരും ഒന്നും കൂടെ ആ കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷേനെക്കുറിച്ചാണ് സെക്ഷൻ 71 പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ആ കുറ്റം ആവർത്തിച്ചാൽ എന്തായിരിക്കും ശിക്ഷ? ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും. കുറ്റം ആവർത്തിച്ച് കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ സെക്ഷൻസ് ഫുള്ള് നിങ്ങൾ നോട്ട് എഴുതി വയ്ക്കുക. നോട്ട് എഴുതി വെച്ചാൽ മാത്രമേ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ മനസ്സിലായാലും പിന്നീട് അത് ഒരു കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നോട്ട് എഴുതി വയ്ക്കാൻ പറയുന്നത്. അപ്പോൾ ഈ സെക്ഷൻസ് ഫുള്ള് നോട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്കത് പിന്നീട് എടുത്ത് നോക്കുമ്പോൾ അത് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നും. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം.